ഹേ ഗൈസ്, ക്രോഷ്യ ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ക്രോഷ്യ ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ട സംഭവങ്ങൾ യാൺ വേണം, ഹുക്ക് വേണം, പിന്നെ ടേപ്പിസ്ട്രി നീഡിൽ വേണം, അതേപോലെ സ്റ്റിച്ച് മാർക്കേഴ്സ് വേണം, സിസേഴ്സ് വേണം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു അക്രിലിക് യാണാണ്. ഇത് ഹോബി സ്റ്റോറിൻ്റെ അക്രിലിക് യാണാണ്. ഇതിലും കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഗംഗയുടെ ഡിസയർ എന്ന് പറഞ്ഞ ഒരു യാണാണ്. ഈ യാൺ ആക്ച്വലി എനിക്ക് ഭയങ്കര നന്നായിട്ടാണ് തോന്നിയത്. അഫോർഡബിൾ ആണ്, ഇതിനേക്കാളും കുറച്ച് പ്രൈസ് കുറവാണ് ഈ ഒരു ഗംഗയുടെ ഡിസയർ എന്ന് പറഞ്ഞ യാണിന്. ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതും നല്ല യാൺ തന്നെയാണ്, രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. പ്രൈസിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അല്ലാതെ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഇതിൻ്റെ രണ്ടിൻ്റെ കാര്യത്തിലും തോന്നിയിട്ടില്ല. ബിഗിനേഴ്സിന് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക ഈ ഒരു യാണാണ്. ഇത് 4 വെയ്റ്റ് അക്രിലിക് യാണാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈസിയാണ് വർക്ക് ചെയ്യാനായിട്ട്. സോ ഈ യാൺ യൂസ് ചെയ്ത് ചെയ്യാം. ആൻഡ് ഭയങ്കര ലോക്കലായിട്ടുള്ള യാൺ വാങ്ങാതിരിക്കുക, കാരണം ഇതിൻ്റെ യാണൊക്കെ ഇങ്ങനെ വിട്ട് വരും. ഇത് 4 പ്ലൈ ആണ്, 4 പ്ലൈ ആണാണ്. അതായത് ഇതിൽ സ്ട്രാൻഡ്സ് 4 എണ്ണം ഉണ്ട്. സോ ഇതിൽ ഈ സ്ട്രാൻഡ്സ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും സ്റ്റിച്ചസ് ചെയ്യാനായിട്ട്. സോ എപ്പോഴും കുറച്ച് ക്വാളിറ്റിയുള്ള യാണിൽ തന്നെ ഫസ്റ്റ് പരീക്ഷ നോക്കുക. യു ക്യാൻ ബൈ ദിസ് ഗംഗ അക്രോൾസിൻ്റെ ഡിസയർ എന്ന് പറഞ്ഞ യാൺ. പിന്നെ വേണ്ടത് ഹുക്കാണ്. നിങ്ങൾ കുറച്ച് പ്രൊലോങ് ആയിട്ട് ഇതിൽ തന്നെ വർക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹുക്ക് സെറ്റ് തന്നെ വാങ്ങാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഹുക്ക് സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഹുക്ക് സെറ്റാണ്. ഇതിൽ 0.6 മുതൽ 1.9 വരെയാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇവിടെ 2 mm മുതൽ 6.5 വരെയുണ്ട്. ഇതെനിക്ക് മോർ ദാൻ ഇനഫാണ്. ഞാൻ ഈ ഒരു സെക്ഷനിലുള്ള ഹുക്കൊന്നും ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. വളരെ റെയറായിട്ട്, ഐ തിങ്ക് ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല ഈ ടൈപ്പ് ഹുക്കുകൾ. പക്ഷേ ഇത് എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 2 mm to 6.5 mm മച്ച് നീഡഡ് ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിലുള്ള ഹുക്കുകൾ കിട്ടിയില്ല എങ്കിൽ, അതായത് 0.6 മുതൽ 1.9 വരെയുള്ള ഹുക്കുകൾ കിട്ടിയില്ല എങ്കിലും 2 mm മുതൽ ഒരു 7 mm വരെയുള്ള ഹുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് കൈൻഡ് ഓഫ് മസ്റ്റ് നീഡഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വേണ്ടത് ഇതേപോലത്തെ നീഡിലാണ്. ഇതിന് പറയുന്ന പേര് ടേപ്പിസ്ട്രി നീഡിൽ എന്നാണ്. ഇതിന് നല്ല വലിയ ഹോളുണ്ട്, കണ്ടോ. ഇതേപോലത്തെ ഒരു നീഡിൽ വേണം. ഞാൻ ഈ പ്ലാസ്റ്റിക് നീഡിലിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്റ്റീലിൻ്റെ ചെറിയ നീഡിലാണ്. ഇതേപോലത്തെ നീഡിൽ. പക്ഷേ ആ വലിയ പ്ലാസ്റ്റിക് നീഡിൽ എപ്പോഴാണ് യൂസ് വരികയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ബിഗ്ഗായിട്ടുള്ള അമിഗുരുമീസ് ചെയ്യുമ്പോൾ ആ സ്റ്റഫിങ്ങിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ആ ടൈപ്പ് ഓഫ് കുറച്ച് ബിഗ്ഗായിട്ടുള്ള നീഡിലാണ്. പിന്നെ വേണ്ടത് സ്റ്റിച്ച് മാർക്കേഴ്സ്. ഞാൻ സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്യാറില്ല, ഞാൻ സേഫ്റ്റി പിന്നാണ് യൂസ് ചെയ്യാറ്. ഇന്നേ വരെ ഞാൻ സ്റ്റിച്ച് മാർക്കേഴ്സ് വാങ്ങിച്ചിട്ടില്ല. ബട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോജക്ട്സിൻ്റെ സ്റ്റിച്ച് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളത് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റിച്ച് മാർക്കേഴ്സ്. ആക്ച്വലി നമുക്ക് സേഫ്റ്റി പിൻ പോലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു നൂലുണ്ടെങ്കിൽ, നമ്മുടെ ഏതെങ്കിലും സ്ക്രാപ്പ് യാൺ ഉണ്ടെങ്കിൽ നമുക്കത് സ്റ്റിച്ച് മാർക്കറായിട്ട് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. പിന്നെ വേണ്ടത് സിസേഴ്സ് ആണ്. നമുക്കൊരു സിസേഴ്സോ കട്ടറോ എന്തായാലും മതി, അതൊരെണ്ണം വേണം. പിന്നെ നമ്മൾ അമിഗുരുമീസ് ഒക്കെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു പേൾ ഹെഡഡ് പിൻ വേണം. ഇതിൻ്റെ വലിയ സൈസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഞാൻ കുറച്ച് വലിയ പ്ലഷിയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്ക് ഇത് ഭയങ്കര ചെറുതാണ്. ഇതിലും വലിയ പിൻ ഉണ്ടോയെന്ന് ഞാൻ നോക്കി നടക്കുക, ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് കുറച്ച് വലിയ പിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ് ഇത്. പക്ഷേ അമിഗുരുമീസ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത്, അല്ലാതെ നോർമൽ പ്രോജക്ട്സിൽ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ വേണ്ടത് പോളി സ്റ്റഫിംഗ് ആണ്. അതും അമിഗുരുമിയൊക്കെ ചെയ്യുന്ന സമയത്താണ് വേണ്ടത്. അമിഗുരുമി ചെയ്യുമ്പോൾ അതിൽ സ്റ്റഫ് ചെയ്യില്ല. അമിഗുരുമി എന്ന് പറഞ്ഞാൽ സ്റ്റഫ്ഡ് ഡോൾസ് ആണ്. അതിൽ സ്റ്റഫ് ചെയ്യുന്ന സ്റ്റഫിങ്ങിനെയാണ് പോളി സ്റ്റഫിംഗ് എന്ന് പറയുന്നത്, പോളിസ്റ്റർ സ്റ്റഫിംഗ്. അപ്പം അത് വാങ്ങിച്ച് വെക്കുക. അത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഏത് സ്റ്റേഷനറി സ്റ്റോറിൽ ചെന്നാലും കിട്ടുന്ന പരിപാടിയാണ്. പിന്നെ വയേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അത് ഈ ഫ്ലവേഴ്സ്, ഇപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവർ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് വയേഴ്സ് ഉള്ളിൽ കൊടുത്തിട്ടാണ്. അതിൻ്റെ മേൽ കൂടിയാണ് ഞാൻ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് വയേഴ്സ് ആവശ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ വയേഴ്സ് വേണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റിക്സാണ്. അതേപോലത്തെ സ്റ്റിക്കുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി വേണം, അത് ഗ്ലൂ ആണ്. ഗ്ലൂ ഞാൻ യൂസ് ചെയ്യുന്ന ഏതാണെന്നുള്ളത് ഞാനിവിടെ കൊടുത്തേക്കാം. പക്ഷേ അത് തന്നെ വേണമെന്നില്ല, ഫാബ്രിക് ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് തോന്നിയിട്ടുള്ള ഗ്ലൂ ഏതാണെന്നുള്ളത് ഞാനിവിടെ കൊടുത്തേക്കാം. ആൻഡ് അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ചില
പ്രൊജക്ട്സിൽ നമ്മൾ സോ ചെയ്ത് ജോയിൻ ചെയ്യേണ്ടതായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ മടിയായെങ്കിൽ നമ്മളത് ഗ്ലൂ ചെയ്ത് യോജിപ്പിക്കും, ജോയിൻ ചെയ്യും. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഗ്ലൂവും നീഡഡ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പിന്ന്, സ്റ്റഫിങ്, അതേപോലെ വയേഴ്സ്, ഇതൊന്നും എസെൻഷ്യൽസ് അല്ല. നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാതെ ഒരുപാട് ക്രോഷ്യ പ്രൊജക്ട്സ് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ക്രോഷ്യ ചെയ്യാനായിട്ട് എന്തെല്ലാം സാധനങ്ങൾ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അതുപോലെ നിങ്ങളൊരു ക്രോഷ്യ ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിഗിനർ ആയിരുന്ന സമയത്ത് നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് കമൻറ്റിൽ പറഞ്ഞാൽ അത് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ എന്തെങ്കിലും വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.